നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദിയിൽ പുതുതായി പ്രാബല്യത്തിൽ വന്ന കൊമേഴ്ഷ്യൽ രജിസ്ട്രി വ്യാപാര നാമ ഭേദഗതി വിദേശ നിക്ഷേപകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ. പ്രധാനമായും 5 മാറ്റങ്ങളാണ് പുതിയ വാണിജ്യ റെക്കോർഡിൽ ഉള്ളത്. ഇനിയും പുതിയ ഭേദഗതികൾ ഉണ്ടാകുമെന്നാണ് ഈ മേഖലയിലുള്ളവരുടെ പ്രതീക്ഷ. പഴയ സിആറും പുതിയ സിആറും തമ്മിൽ പ്രധാനമായും 5 മാറ്റങ്ങളുണ്ടെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വ്യത്യസ്ത സേവനങ്ങൾക്ക് ഒരു സിആർ മതി എന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം. പുതിയ സിആറിൽ എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നത് മറ്റൊരു മാറ്റമാണ്. പകരം വർഷത്തിൽ ഡാറ്റ വെരിഫിക്കേഷൻ മതി. നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴയിലും പുതിയ നിയമപ്രകാരം ഇളവും തെറ്റുതിരുത്താൻ സാവകാശവും നൽകുന്നുണ്ട്. മുമ്പ് വാണിജ്യ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്ത് 30 ദിവസത്തിന് ശേഷമായിരുന്നു റദ്ദാക്കിയിരുന്നതെങ്കിൽ ഇനി അത് 1 വർഷത്തിന് ശേഷമാകും. കൂടാതെ രജിസ്റ്റർ ചെയ്ത ഡാറ്റ ആവശ്യമുള്ളപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനും കൃത്യത ഉറപ്പുവരുത്താനും സാധിക്കും. ഇതിനു പുറമെ വിദേശ നിക്ഷേപകർക്ക് അനുകൂലമായ പല ഭേദഗതികളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്ന് സൗദിയിലെ അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് പ്രതിനിധികളായ അമീർ മുനീർ എന്നിവർ പറഞ്ഞു. ആദ്യം ഓരോ സിആറുകളും റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ എക്സ്പയറി ഡേറ്റ് എല്ലാം നമുക്ക് മെൻഷൻ ചെയ്ത് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ അത് അപ്ഡേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. അതായത് നമ്മൾ ആ ലൈസൻസിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അപ്ഡേഷൻ ആയിട്ടാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുകയുള്ളൂ. എല്ലാ വർഷവും ഈ ലൈസൻസ് നമ്മൾ എന്താണ് സിആർ സിംഗിൾ രജിസ്ട്രേഷന്, അങ്ങനെ തന്നെ പറയണം, സിംഗിൾ രജിസ്ട്രേഷന് അപ്ഡേഷൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാകും. അതാണ്. പിന്നെ വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, സൗദിയിൽ ഇനി വരാൻ പോകുന്നവരും നിലവിലുള്ളവരെയും സംബന്ധിച്ചിടത്തോളം ഇനിയും ഇതുമായിട്ട് ഒരുപാട് അപ്ഡേഷനുകൾ, പുതിയ നിയമങ്ങൾ വരാൻ സാധ്യത കൂടുതൽ എന്നാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അതേസമയം സൗദിയിൽ വാണിജ്യ രജിസ്ട്രേഷനുകളുടെ എണ്ണം 48% വർദ്ധിച്ചു. 2025 ആദ്യപാദത്തിൽ 1,54,638 സിആർ ഇഷ്യൂ ചെയ്തു. 2024 ആദ്യപാദത്തിൽ ഇത് 1,04,000 ആയിരുന്നു. പുതുതായി ഇഷ്യൂ ചെയ്ത വാണിജ്യ റെക്കോർഡുകളിൽ 45% വനിതാ സംരംഭകർക്കാണ് എന്നും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. റിയാദ് മേഖലയിൽ മാത്രം 60,000-ഓളം റെക്കോർഡുകളാണ് 3 മാസത്തിനിടെ ഇഷ്യൂ ചെയ്തത്. 17 ലക്ഷത്തോളം വാണിജ്യ റെക്കോർഡുകളാണ് നിലവിൽ രാജ്യത്തുള്ളത്. ജലീൽ കടമകലം, 24 ജിദ്ദ. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യ OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സാന്ത്വനം പദ്ധതിക്ക് തുടക്കമായി. നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരിക്കെ മരിച്ച 20 പ്രവർത്തകരുടെ വിധവകൾക്ക് 1 വർഷത്തെ പെൻഷൻ മുൻകൂറായി നൽകുന്നതാണ് സാന്ത്വനം പദ്ധതി. ദമാമിൽ സംഘടിപ്പിച്ച OICC പത്തനംതിട്ട ജില്ലാ വാർഷിക പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അബിൻ വർക്കിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരിക്കെ നാട്ടിൽ മരണപ്പെട്ട പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങാവുക എന്നതാണ് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യ OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സാന്ത്വനം പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും സജീവ പ്രവർത്തകരായിരിക്കെ മരണപ്പെട്ട അർഹരായ 20 പ്രവർത്തകരുടെ വിധവകൾക്ക് 1 വർഷത്തെ പെൻഷൻ മുൻകൂറായി നൽകുന്നതാണ് സാന്ത്വനം പദ്ധതി. ദമാമിൽ OICC ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാർഷിക പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അബിൻ വർക്കിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സ്വൈഹാത്തിലെ ഡെൽമൻ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ 100 കണക്കിന് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു സാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം. മറ്റുള്ള എല്ലാ ജില്ലകളിലും കൂടി നടപ്പിലാക്കാൻ കഴിയും വിധമുള്ള മാതൃകാ പ്രവർത്തനമാണ് OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കാഴ്ചവെച്ചതെന്നും ശ്ലാഘനീയമായ സാന്ത്വനം പദ്ധതി നടപ്പിലാക്കിയ OICC പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മുഖ്യാതിഥിയായി എത്തിയ അഡ്വക്കേറ്റ് അബിൻ വർക്കിയെയും KPCC മെമ്പർ അഹമ്മദ് പുള്ളിക്കലിനെയും ഹർഷാരവത്തോടെയാണ് പ്രവർത്തകർ വേദിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം OICC ജില്ലാ പ്രസിഡന്റ് തോമസ് തൈപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ദമാം റീജിയണൽ കമ്മിറ്റി OICC പ്രസിഡന്റ് EK സലീം ഉദ്ഘാടനം ചെയ്തു. OICC ഗ്ലോബൽ കമ്മിറ്റി അംഗവും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഹനീഫ് റാവത്തർ ആമുഖ പ്രസംഗം നടത്തി. സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല, റീജിയണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം, വനിതാവേദി പ്രസിഡന്റ് ലിബി ജെയിംസ്, പത്തനംതിട്ട ജില്ലാ വനിതാവേദി പ്രസിഡന്റ് ബിൻസി ആന്റണി തുടങ്ങിയവർ സാന്ത്വനം പദ്ധതിക്ക് ആശംസകൾ നേർന്നു. പ്രവാസ ലോകത്ത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന മുൻ KPCC എക്സിക്യൂട്ടീവ് അംഗം അഹമ്മദ് പുള്ളിക്കലിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഡോക്ടർ ബിജു വർഗീസിനെ ഹെൽത്ത് കെയർ അവാർഡ് നൽകിയും ആദരിച്ചു. OICC ജില്ലാ പ്രസിഡന്റ് തോമസ് തൈപ്പറമ്പിൽ, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം സിറാജ് പുറക്കാട്, OICC നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രസാദ് കരുനാഗപ്പള്ളി എന്നിവർക്ക് പൊതുപ്രവർത്തകർക്കുള്ള അവാർഡുകളും സമ്മാനിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അബിൻ വർക്കിയുള്ള ഉപഹാരവും വേദിയിൽ വെച്ച് സമ്മാനിച്ചു.
ജോൺ കോശി, അഷ്റഫ് മൂവാറ്റുപുഴ, റഫീഖ് കൂട്ടിലങ്ങാടി, നൌഷാദ് തഴവ, പാർവതി സന്തോഷ്, ജേക്കബ് പാറക്കൽ, ബിനു പി ബേബി, എബ്രഹാം തോമസ്, സാം ചെറിയാൻ, സോണി ജോൺ വർഗീസ്, മേഴ്സി റോയ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ ജോസഫ് സ്വാഗതവും ട്രഷറർ സാജൻ വർഗീസ് നന്ദി പറഞ്ഞു. സുബൈറുദ്ദീൻ, 24 ദമാം. ദുബായിൽ പുതിയ ഗോൾഡ് ജ്വല്ലറി ലൈഫ് സ്റ്റൈൽ ഹബ് UW മോൾ തുറന്ന പ്രമുഖ ബിസിനസ് ഗ്രൂപ്പ് യുണീക്ക് വേൾഡ്. ദുബായിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മോളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് മൻകൂൽ ഖലീഫ ബിൻ സായിദ് റോഡിലാണ് പുതിയ മാൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ദുബായിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യുണീക്ക് വേൾഡ് ഗ്രൂപ്പ് ചെയർമാൻ സുലൈമാൻ TM, മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സുഹൈബ്, ഗ്രൂപ്പ് ഡയറക്ടർമാരായ മുഹമ്മദ് ഷക്കീബ്, മുഹമ്മദ് ഷിഹാബ്, മുഹമ്മദ് അലി TM, CEO അബ്ദുൾ റസാഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 1,00,000 ചതുരശ്ര അടിയിൽ ഒരുങ്ങിയിരിക്കുന്ന മാളിൽ ഉപഭോക്താക്കൾക്ക് വിശാലവും സൗകര്യപ്രദവുമായ ഷോപ്പിംഗ് സാധ്യമാകുമെന്ന് യുണീക്ക് വേൾഡ് ഗ്രൂപ്പ് ചെയർമാൻ സുലൈമാൻ TM പറഞ്ഞു. ഇവിടെ ഏത് ഫാമിലി വരികയാണെങ്കിലും അവർക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ വിശാലമായ ഏരിയകൾ ഒരുപാടുണ്ട്. UW മാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആവേശം നമുക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു പ്രതീക്ഷയിൽ, കാരണം ഇവിടെ നമ്മൾ തുടങ്ങി വെച്ച അന്ന് മുതൽ തന്നെ ബുക്കിംഗ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 20ഓളം ജ്വല്ലേഴ്സ് തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ 58 ഷോപ്പാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഒരുപാട് എൻക്വയറികളുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഫില്ലാവുന്നതാണ് കണക്കുണ്ട്. മലബാർ ഗോൾഡ്, ജോയ് ആലുക്കാസ്, തനീഷ്, കല്യാൺ ജ്വല്ലേഴ്സ് ഉൾപ്പെടെ പ്രമുഖ രാജ്യാന്തര ബ്രാൻഡുകളുടെ ഷോറൂമുകൾ UW മാളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്കായി സൗജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. റിയാദ് കേളി കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജീവസ്പന്ദനം 2025 എന്ന പേരിൽ മെഗാ രക്തദാന ക്യാമ്പ് നടത്തും. ഏപ്രിൽ 11 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ റിയാദിലെ മലാസ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ താഴ്ഭാഗത്തായാണ് ക്യാമ്പ്. ഒരേ സമയം 20 യൂണിറ്റ് രക്തം ശേഖരിക്കുവാനുള്ള സൗകര്യമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 2 ബസ്സുകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന മൊബൈൽ യൂണിറ്റുകളിൽ നിന്ന് ഒരേ സമയം 16 യൂണിറ്റ് രക്തം ശേഖരിക്കുവാനും കഴിയും. ഹജ്ജിന് മുന്നോടിയായി വർഷം തോറും നടത്തുന്ന രക്തദാന ക്യാമ്പ് സൗദി ആരോഗ്യ മന്ത്രാലയവും ലുലു ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത്. തുടർച്ചയായി 8ാം വർഷമാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ റിയാദ് ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് കേളിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. റിയാദിന് പുറമെ ഇത്തവണ പരിസര പ്രദേശങ്ങളായ അൽ ഖർജ്, മജ്മ, അൽ ഖുവയ്യ, ദവാത്മി എന്നിവിടങ്ങളിലും സമാന്തരമായി ക്യാമ്പ് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കേളി സെക്രട്ടറി KPM സാദിഖ്, പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ, സെക്രട്ടറി സുരേഷ് കണ്ണപുരം, ട്രഷറർ ജോസഫ് ഷാജി, സംഘാടക സമിതി ചെയർമാൻ നസീർ മുള്ളൂർക്കര, ജോയിന്റ് കൺവീനർ നാസർ പൊന്നാനി എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മക്ക റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും സൗദി ഭരണാധികാരിക്കും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കത്ത്. സൗദിയുടെ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ പുറപ്പെടൽ കേന്ദ്രത്തിൽ വെച്ച് തന്നെ പൂർത്തിയാക്കുന്ന പദ്ധതി 1.25 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ തീർത്ഥാടകർക്ക് ആശ്വാസം നൽകുമെന്ന് നരേന്ദ്രമോദിക്കും സൽമാൻ രാജാവിനും അയച്ച കത്തിൽ കാന്തപുരം പറഞ്ഞു. ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നിലവിൽ ഈ സൗകര്യമുണ്ടെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയത്തിലേക്കും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇതോടൊപ്പം കത്തയച്ചിട്ടുണ്ട്. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ മദ്യവർജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുവൈറ്റ് മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം, കുവൈറ്റ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഇന്ത്യൻ ഡെന്റൽ അലയൻസ് എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജനറൽ മെഡിസിൻ മുതൽ ഡെന്റൽ, കാർഡിയോളജി, ഗൈനക്കോളജി, പീഡിയാട്രിക് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സും ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. നേത്ര പരിശോധന, ECG, അൾട്രാസൗണ്ട്, ബ്ലഡ് പ്രഷർ, ഷുഗർ ടെസ്റ്റുകൾ ഉൾപ്പെടെ സൗജന്യ പരിശോധനകളും ക്യാമ്പിന്റെ ഭാഗമായിരുന്നു. IDF പ്രസിഡന്റ് ഡോക്ടർ സമീർ ഹുമദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 500-ലധികം പേർ വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി. മികച്ച മിഡ്ഫീൽഡർ ആയിരുന്ന TA ജാഫറിന്റെ പേരിൽ V7 FC അബുദാബി സംഘടിപ്പിക്കുന്ന 11ാമത് AZ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ സീസൺ തുടക്കമായി. അബുദാബി യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലാണ് മത്സരം. KEFAയുടെ കീഴിലെ ആദ്യ 8 റാങ്കിൽ വരുന്ന ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. അമേരിക്ക ചൈന നികുതി പോര് രൂക്ഷമാകുന്നു.
ചൈനയ്ക്കെതിരായ നികുതി തീരുവ വീണ്ടും ഉയർത്തി ഡൊണാൾഡ് ട്രംപ്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി തീരുവ 125% വർദ്ധിപ്പിച്ചത്. ചൈന ഒഴികെയുള്ള 75 രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതി മരവിപ്പിച്ചു. 90 ദിവസത്തേക്കാണ് ഇളവ് അനുവദിച്ചത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറി. ഇക്കാര്യം US ജയിൽ അധികൃതർ സ്ഥിരീകരിച്ചു. മുംബൈയിലും ഡൽഹിയിലും ജയിലുകൾ സജ്ജമായി. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ, ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കുറ്റവാളി തഹാവൂർ റാണയെ നാളെ പുലർച്ചെയോടെ ഇന്ത്യയിലെത്തിക്കുമെന്നാണ് സൂചന. പ്രത്യേകം സജ്ജീകരിച്ച വിമാനത്തിലാകും റാണയെ ഇന്ത്യയിലെത്തിക്കുക. ഇന്ത്യക്ക് വിട്ടുനൽകരുതെന്ന തഹാവൂർ റാണയുടെ ഹർജി US സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് നീക്കം. ഇന്ത്യക്ക് വിട്ടുനൽകിയാൽ തന്റെ മതത്തിന്റെയും ദേശീയതയുടെയും പേരിൽ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഹർജിയിലെ വാദം. ഡൽഹിയിലെ തിഹാർ ജയിലിലും മുംബൈയിലെ ജയിലിലും തഹാവൂർ റാണയെ പാർപ്പിക്കുന്നതിനായി സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ആക്രമണം നടത്താൻ സഹായം ചെയ്തു നൽകിയത് തഹാവൂർ റാണയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വിനീത VG 24 ഡൽഹി. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും സ്വാഗതം. SFIO മാസപ്പിടി കേസിൽ മകളെ പ്രതി ചേർത്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതി ചേർത്തതിനെ ഗൗരവമായി കാണുന്നില്ലെന്നും കേസ് കോടതിയിലല്ലേ നടക്കട്ടെ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മകൾ ഉൾപ്പെട്ട കേസിനെ പാർട്ടി പ്രതിരോധിച്ചതിനെ ബിനീഷ് കോടിയേരിയുടെ കേസുമായി താരതമ്യപ്പെടുത്തേണ്ട. മാസപ്പിടി കേസിൽ തന്റെ പേര് വന്നതുകൊണ്ടാണ് കൃത്യമായി തിരിച്ചറിഞ്ഞ് പാർട്ടി പ്രതിരോധിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മാസപ്പടി കേസിൽ മകൾ വീണയെ പ്രതിചേർത്ത ദിവസം തന്നെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്ന ചോദ്യങ്ങൾ അത്രയും അതേക്കുറിച്ച് തന്നെയായിരുന്നു. കേസ് ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന മട്ടിലായിരുന്നു മറുപടി. കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ, അതിൻ്റെ ശേഷം കാണാം. നമുക്ക് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. ബിനീഷ് കോടിയേരിക്കെതിരായ കേസിൽ മൗനം പാലിച്ച CPM മാസപ്പടി കേസിൽ പ്രതിരോധം തീർക്കുന്നതിലെ വൈരുദ്ധ്യവും മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യമായി. അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകളെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നോക്ക് നിങ്ങൾ എത്രത്തോളം ആകുമെന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല. അത് മനസ്സിലായിക്കോ. തുടർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അല്പം രോഷം പൂണ്ടു. കരിമണൽ കമ്പനിക്ക് നൽകിയ സഹായവും ആദായനികുതി രേഖയിലെ PV എന്ന പേരും ചൂണ്ടിക്കാട്ടിയപ്പോൾ രോഷം ഇരട്ടിച്ചു. അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട്. ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് വകവരുത്താം, ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട്. അതിന് ഈ PV എടുക്കുന്നുണ്ടാവും കേട്ടോ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സേവനം വിട്ടു നൽകാതെയാണ് വീണ വിജയന്റെ കമ്പനി പണം പറ്റിയെന്ന ആക്ഷേപത്തെപ്പറ്റിയും മുഖ്യമന്ത്രി പ്രതികരിച്ചു. എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ. അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്യാൻ ED SFIO രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകും. 2024 മാർച്ചിൽ മാസപ്പടി കേസിൽ ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. വീണയ്ക്ക് EDക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരുമെന്ന് ഷോൺ ജോർജ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED നടപടികൾ പുനരാരംഭിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ED കത്ത് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതിനായി വീണയടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. കേസ് തേച്ചുമായ്ച്ചു കളയാനാകില്ലെന്നും ജനത്തിന് വാസ്തവം ബോധ്യപ്പെടുന്നെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. ഇത് തേച്ചു മായ്ച്ചു കളയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ആ കേസ് പോകുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം മകളുടെ സമ്പത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിഹിതം കൊടുക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ പോവുകയാണ്. EDയെ വിശ്വാസമില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസിലടക്കം ഒത്തുകളിച്ചത് കണ്ടതാണെന്നും രമേശ് ചെന്നിത്തല. എനിക്കൊരു വിശ്വാസമില്ല. കാരണം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിട്ട് ED നടത്തിയ കള്ളക്കളി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തെളിവുകൾ കൈമാറുമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. SFIയുടെ റിപ്പോർട്ട് കോടതി സ്വീകരിച്ച് അത് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കോപ്പി ആവശ്യപ്പെടുമ്പോൾ അതിന് പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ ഏജൻസികൾ ഇതിനകത്ത് സഹകരിക്കേണ്ടതായിട്ടുണ്ട്, ഇതിൻ്റെ ഏറ്റവും അങ്ങേറ്റം വരെ നീതി കിട്ടുന്നിടം വരെ മുമ്പോട്ട് പോകും. മാസപ്പടി കേസിൽ CMRL KSIDC ഉദ്യോഗസ്ഥരെ നേരത്തെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ ED കൂടി എത്തുന്നതോടെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം CMRL മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ ഉറപ്പ് പാലിച്ച് മുഖ്യമന്ത്രി. ലഹരി നിർമ്മാർജ്ജനത്തിന് വിപുലമായ കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിനായി ഈ മാസം സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. അത് കോവിഡ് ഘട്ടം പോലെ നമുക്ക് ഈ ക്യാമ്പയിൻ നല്ല നിലക്ക് എടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം. പല നടപടികൾ സ്വീകരിക്കും. ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്നത് ജനങ്ങളെടുത്ത് തുറന്നു പറയണമെന്നാണ്. ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്ര കണ്ട് നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന യാത്രയുടെ തുടക്കത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പിന്നാലെ നടപടി. ഇന്ന് ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി മുൻപാകെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ചേർത്ത് വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 16 വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും 17 സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കാനും തീരുമാനമായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന് സഹായകരമായ ഇന്റലിജൻസ് ഇൻപുട്ട് നൽകുന്നതിനായി ഡ്രഗ് ഇന്റലിജൻസ് എന്ന സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു. സ്ഥിരം മയക്കുമരുന്ന് വ്യാപാരം നടത്തി ക്രൈം കേസുകളിൽപ്പെട്ട ആൾക്കാരുടെ പ്രത്യേകം പട്ടിക തയ്യാറാക്കി 97 പേർക്കെതിരെ നടപടിയെടുത്തു. കൂടാതെ സംസ്ഥാന തലത്തിൽ കേരള ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് വേർതിരിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന SKN40 കേരള യാത്ര പര്യടനം തുടരുന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് UGS ഗ്രൂപ്പ്. മണ്ണാർക്കാട് ഷോറൂമിലെത്തിയ യാത്രയെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ വരവേറ്റത്. ഇതാണ് അജിത് പാലാട്ട്. ഇദ്ദേഹം ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്, UGS ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അജിത്, പരിചയപ്പെടാൻ പറ്റിയ വളരെ സന്തോഷം. ഞങ്ങളിപ്പോൾ വലിയൊരു യാത്രയില്ല, നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് വലിയൊരു ബിഗ് താങ്ക്സ്. അപ്പോൾ സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതില്ലേ. ഓക്കെ. സംസ്ഥാനത്താകെ 20 ഷോറൂമുകളാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിക്കുള്ളത്. SKN40 കേരള യാത്രയ്ക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് UGS ഗ്രൂപ്പ് അംഗങ്ങൾ നൽകുന്നത്. യാത്രയുടെ ഭാഗമായി മണ്ണാർക്കാട് ഷോറൂമിലെത്തിയ R. ശ്രീകണ്ഠൻ നായർക്ക് UGS ഗ്രൂപ്പ് MD അജിത് പാലാട്ട് ഐക്യദാർഢ്യം അറിയിച്ചു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പിന്തിരിയാതെ അല്ലെങ്കിൽ തളർന്നു പോവാതെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന ഒരു താരമാണ് SKN സാർ. അതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാളികൾ ഇത്രയധികം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും. ഈ SKN40 UGS ഗ്രൂപ്പും അതുപോലെ ഇത് നടത്തുന്ന ശ്രീകണ്ഠൻ നായർക്കും നമ്മൾ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ നമ്മൾ വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മളെല്ലാ ആശംസകളും ഈ പരിപാടിക്ക് നേരുന്നു. മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് മണ്ണാർക്കാട് ഷോറൂം അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത്. ലഹരിക്കെതിരെ UGS ജീവനക്കാരായ വനിതകളുടെ പിന്തുണയും. നമ്മൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ളൊരു വ്യാപിക്കുന്നതിനെതിരായിട്ടുള്ളൊരു പര്യടനമാണ്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞോ? കണ്ടാൽ അതേ ഉള്ളൂ. UGS ഗ്രൂപ്പ് നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. താങ്ക്സ് എ ലോട്ട്. SKN24 എല്ലാ ഈ 40 പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. 24 hours പിന്നെ ഇതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. താങ്കളുടെ ഈ ഉദ്യമം ഏറ്റവും നന്നായിട്ട് ആകർഷിക്കപ്പെടുന്ന ഉദ്യമമാണ്, ഏറ്റവും നന്നായിട്ടുള്ളൊരു കാര്യമാണ്. യാത്ര കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ പുത്തൻ മുന്നേറ്റമായിരിക്കും ഉണ്ടാവുക എന്ന ആശംസയോടെയാണ് UGS ഗ്രൂപ്പ് അംഗങ്ങൾ SKN-നെ യാത്രയാക്കിയത്. 24 പാലക്കാട്.
കൊച്ചി മെട്രോയുടെ ഭാവി വികസനത്തിൽ ജർമ്മനിയിൽ നിന്നും നിക്ഷേപമുണ്ടാകുമെന്ന് മെട്രോ MD ലോക്നാഥ് ബെഹ്റ. ഇന്തോ ജർമ്മൻ കോർപ്പറേഷന്റെ ഭാഗമായി ഹൈക്കോടതി വാട്ടർ മെട്രോയിൽ നടന്ന സംവാദ പരമ്പരയിൽ ജർമ്മൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ജീവനക്കാരുമായി സംവദിച്ചു. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ സുരക്ഷ, ഭിന്നശേഷിക്കാർക്കുള്ള കുട്ടികൾക്കും സൗഹൃദ അന്തരീക്ഷമൊരുക്കൽ എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്തു. കേരളത്തിലെ ട്രാൻസ്പോർട്ട് സംവിധാനം ജർമ്മനിയേക്കാൾ മികച്ചതെന്ന് ജർമ്മൻ എംബസി സീനിയർ ഉദ്യോഗസ്ഥ കാരൻ ബ്ലൂമെ പറഞ്ഞു. ഡോക്ടർ അഞ്ജലി അഗർവാൾ, കൽപ്പന വിശ്വനാഥ് എന്നിവർ ചർച്ചയുടെ ഭാഗമായി. സംവാദത്തിന് ശേഷം പ്രതിനിധികൾ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തു. വുമൻ ആൻഡ് ചൈൽഡ് ഫ്രണ്ട്ലി ആക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇനി കുറച്ചുകൂടി ചെയ്യാനുണ്ടോ, അത് നമുക്ക് നമ്മുടെ ഒരു ടീം അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദേ വിൽ ബി കമ്മിങ് ഔട്ട് വിത്ത് സം സജഷൻസ്. ഇപ്പോൾ ഫോർ ദി നെക്സ്റ്റ് ലോട്ട് ഓഫ് വാട്ടർ മെട്രോ സ്റ്റേഷൻസ് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ, അതുപോലെ തന്നെ സെക്കൻഡ് പേജിൽ ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് പേജിലെ കുറച്ച് സ്റ്റേഷനുകൾ ചൈൽഡ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടോ. സോ ദീസ് തിങ്സ് വിൽ ബി ദെയർ, ബട്ട് അവർ ഓൺലി കൺസേൺ ഈസ് ദാറ്റ് ഹൗ ക്വിക്ലി വി ക്യാൻ ഫിനിഷ് ദീസ് പ്രോജക്ട്സ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം തൃക്കൈപ്പേറ്റയിൽ നടന്നു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. 105 വീടുകളാണ് മുസ്ലിം ലീഗ് തൃക്കൈപ്പേറ്റയിൽ നിർമ്മിച്ചു നൽകുന്നത്. എട്ട് സെന്റ് ഭൂമിയിലായി 1000 സ്ക്വയർ ഫീറ്റിൽ 105 വീടുകൾ ഈ സ്ഥലത്തുയരും. 8 മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ആലോചിക്കുന്നത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയോടെ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചു. ഇതിനുശേഷം തൃക്കൈപ്പറ്റ മഹാശിവക്ഷേത്രത്തിൽ സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും എത്തി ക്ഷേത്ര ഭാരവാഹികളെ കണ്ടു. ഇവിടെ എല്ലാ മതക്കാരുമുണ്ട്, എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണിത്. ക്ഷേത്ര ഭാരവാഹികളാണ് ഞങ്ങളുടെ ഇവിടെ പുനരധിവസിക്കപ്പെടുന്ന ആളുകൾക്ക് അയൽവാസികളായി വന്നിരിക്കുന്നത്. അത് അവർ തന്നെ ഇതിനെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ പ്രതീകവും അതുപോലെ തന്നെ ഇതൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. പരസ്പരമായ ഒരു സഹകരണം, നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള മതസൗഹാർദ്ദം അതേ രീതി ഇവിടെയും സൂക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളെയും ബഹുമാനപ്പെട്ട കുഞ്ഞാട്ടി സാഹിബിനെയും ഞങ്ങളിവിടെ ക്ഷേത്രാങ്കണത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. മുട്ടിൽ വയനാട് മുസ്ലിം ഓർഫനേജിൽ നടന്ന പൊതുസമ്മേളനത്തിലും നേതാക്കൾ പങ്കെടുത്തു. രാവിലെ WMOയിൽ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗവും ചേർന്നിരുന്നു. 24 വയനാട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. You are watching 24.